എന്റെ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഏതായിരുന്നടാ? LCMഉം അതേപോലെ തന്നെ HCFും അല്ലെ. അപ്പൊ LCMഉം HCFും എന്റെ മക്കൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല വരും കാലത്തും നല്ല അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ അത് ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ മുന്നോട്ടേക്കും അതെന്ത് ചെയ്യില്ല, മറന്നു പോവില്ല. അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്ക് ഒക്കെ ആയിട്ടാണ് ഇന്ന് മിസ് വന്നത് കേട്ടോ. അപ്പൊ ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഉള്ള ഈ LCMഉം HCFും രണ്ട് ഭാഗത്താണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ രണ്ട് സെക്ഷൻ ആയിട്ടാണ് പഠിക്കാനുള്ളത്. പക്ഷെ നമ്മൾ അത് ഒരുമിച്ച് ഒറ്റയടിക്ക് നമ്മൾ അത് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു പ്രോബ്ലം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ എന്റെ കുട്ടികൾ മിസ് ചെയ്യരുത്. നമുക്ക് അതിന് മാർക്ക് മേടിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആ പ്രോബ്ലത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഫസ്റ്റ് ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 14ന്റെയും 12ന്റെയും 14ന്റെയും 12ന്റെയും LCMഉം കാണാം, HCFും കാണാം, രണ്ടും കാണാം. അപ്പൊ രണ്ടും ഒരുമിച്ച് ഒരൊറ്റ അടിക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ മക്കളെ, 14 ഉണ്ട് 12 ഉണ്ട്. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്റെ മക്കൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഏത് നമ്പർ കൊണ്ടാ? പ്രൈം നമ്പർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. പ്രൈം നമ്പർ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ടാണ് ആദ്യം അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പൊ പ്രൈം നമ്പേഴ്സ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇതിനകത്ത് ഏറ്റവും ചെറിയതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതായിരിക്കും? 2 തന്നെയല്ലേടാ. അപ്പൊ നമ്മൾ 2 കൊണ്ട് എന്ത് ചെയ്യാ? ഈ 2 നമ്പറിനെയും ഒരുമിച്ച് തന്നെ കേട്ടോ, 2 നമ്പറിനെയും ഒരുമിച്ച് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 14ല് 2 എത്ര തവണ പോകും? നമുക്കറിയാം, അത് 7 തവണ പോകും. 7 തവണ. അതേപോലെ 12ല് 2 എത്ര തവണ പോകും? 6 തവണ പോകും. നോക്കിക്കേ എന്റെ കുട്ടികളെ, ഇനി ഈ സംഖ്യകളില് പൊതുവായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പ്രൈം നമ്പർ ഉണ്ടോ? 7ലും 6ലും ഒരേപോലെ പോകുന്ന പ്രൈം നമ്പർ ഇവിടെയും കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഈ ഒരു ഗെയിം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആരെയാ? LCMഉം കാണണം, അതേപോലെ തന്നെ നമുക്ക് എന്തും കാണണം? HCFും കാണണമേ. ഓക്കെ, LCM അവിടെ തന്നെ നമുക്ക് ഉത്തരമുണ്ട്. LCMൽ ആരുണ്ട്? എല്ലില്ലേ? ദേ നോക്കിക്കേ മക്കളെ, L എന്ന് പറയുന്ന രീതിയില് L ഷേപ്പിന്റെ താഴെ വരുന്ന ആ സംഖ്യകൾ നോക്കിക്കേ. ഏതാ? 2ഉം 7ഉം 6ഉം അല്ലേ ഉള്ളൂ അല്ലെ. 2ഉം 7ഉം 6ഉം ആ 3 സംഖ്യകളും എന്ത് ചെയ്താൽ മതി എന്നറിയോ? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ആൻസർ കിട്ടി. വളരെ സിമ്പിൾ ആണ്. ഇത് 2ഉം 7ഉം 6ഉം ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 2ഉം 7ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താല് 14 വരൂലേ? 14നെ വീണ്ടും നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ നേരെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇത് ഇങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, 6 4 24, ബാക്കി 2, 1 6 6ഉം 2ഉം എത്ര വരുടാ? 8 എന്ന് വരും. ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. LCM ഓഫ് എന്താ കിട്ടിയ? LCM ഓഫ് 14,12 എന്ന് പറയുന്നത് ആരാ? 84. ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടി. പക്ഷെ HCF അതിലേക്കാൾ സിമ്പിളാ. HCF എന്ന് പറയുമ്പോൾ നോക്കിക്കേ എന്റെ മക്കള്, HCF എന്ന് പറയുമ്പോൾ ഏത് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? നമ്മളിതാ ഈ ഒരു ഭാഗത്തുള്ള സംഖ്യകൾ മാത്രം നോക്കിയാൽ മതി. താഴോട്ടേക്കുള്ള സംഖ്യകൾ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ആരെ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നത് അവരെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ താഴോട്ടേക്കുള്ള ഈ നമ്പറിലെ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ നോക്കിക്കേ, ഇവിടെ 2 കൊണ്ട് മാത്രമല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്തുള്ളൂ. അപ്പൊ എന്തായിരിക്കും HCF ഓഫ് 14,12 എന്ന് പറയുന്നത്? എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് ആൻസർ പറയാം, 2 ആയിരിക്കും ആൻസർ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ എന്നെ മക്കള് നോക്കിക്കേ, ഇത് നമ്മളെ LCMഉം അതേപോലെ HCFും ഒരൊറ്റ മിനിറ്റ് കൊണ്ട് 2 എണ്ണവും കണ്ടുപിടിച്ചു. അപ്പൊ ഇതേപോലെ സിമ്പിൾ ആയിട്ട് ആർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലം ഒന്നുകൂടെ ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ അടുത്ത പ്രോബ്ലം ഇതേപോലെ തന്നെയാണ് ചെയ്യുക. അതോടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പ്രോബ്ലം എന്താ? നമുക്ക് കാണാം LCMഉം HCFും ആരുടേത്? 20ന്റെയും 25ന്റെയും. ഓക്കെ, അപ്പൊ 20ന്റെ 25ന്റെയും കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ആദ്യമേ അതിനെന്ത് ചെയ്യണം? ഏത് പ്രൈം നമ്പർ കൊണ്ടാണോ, ഏത് ചെറിയ പ്രൈം നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കണം. 2 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാ. 2 20ൽ പോകും, പക്ഷെ 25ൽ പോവോ? ഇല്ല. അപ്പൊ 2 അല്ല.
ഇനി അടുത്തത് 3. 3 ഒരു പ്രൈം നമ്പർ അല്ലേ? അപ്പൊ 3 20-ലും 25-ലും പോവോടാ? ഒരേപോലെ പോവോ? ഇല്ല. അപ്പൊ അതുമല്ല. അടുത്ത പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 5. 5 നോക്കിക്കേ എന്റെ മക്കള്. 5 എന്ന് പറയുന്ന സംഖ്യ 20-ലും 25-ലും ഒരേപോലെ എന്താവും? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ്. അപ്പൊ നമ്മൾ 5 കൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇത് 20-ന്റെ അകത്ത് നോക്കിക്കേ 5 എത്ര തവണ പോകും? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണമെന്ന് മിസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 തവണ പോകൂലേ? 4 5 20. ഇനി അടുത്ത് നോക്കിക്കേ 25 എത്ര തവണ പോകും? 5 തവണ പോകും. ഓക്കെ, 5 തവണ പോകും. അപ്പൊ 5ഉം 4ഉം 5ഉം ആയി. LCM കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇതെങ്ങനെ ഈ ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ അവിടെ നിന്നത്? നേരത്തേതും ഒറ്റ സ്റ്റെപ്പ് ആയിരുന്നു, ഇത് ഒറ്റ സ്റ്റെപ്പാണ്. അതുകൊണ്ട് ഇനി വരുന്ന കാര്യങ്ങളൊക്കെ ഒരു സ്റ്റെപ്പ് തന്നെ നിൽക്കും എന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ 4ഉം 5ഉം ഇനി വേറെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാ? ഇനി LCM കാണാൻ പോവാ. ആരുടെ? 20-ന്റെയും 25-ന്റെയും. എങ്ങനെ കണ്ടുപിടിച്ചേ? ഇതേ ഒന്നുമില്ല, നമ്മൾ L എന്ന് എഴുതിയില്ലേ? അതിൻ്റെ ആ L ഷേപ്പിന് താഴെയുള്ള സംഖ്യകൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാ. നോക്കിക്കേ ഏതൊക്കെ സംഖ്യകളാ? 5ഉം 4ഉം പിന്നെയും ആരുണ്ട്? 5 ഉണ്ട്. ഇതാ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5ഉം 5ഉം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 5 എന്ന് പറഞ്ഞാൽ 25 25-നെ ഇനി ആരോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 25 4 തവണ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര കിട്ടുവാടാ? 100 എന്ന് കിട്ടും. അപ്പൊ LCM ഓഫ് 20,25 അല്ലെ? 20-യുടെയും 25-യുടെയും LCM എന്ന് പറഞ്ഞാൽ 100 ആണ് എന്ന് കിട്ടി. ഓക്കെ, എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാമറയുടെ പുറത്ത് പോയോ? ഓക്കെ, അപ്പൊ സ്ക്രീനിന്റെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കൊക്കെ ബോർഡ് കാണുന്നുണ്ടല്ലോ, അപ്പൊ അത് മതി. അപ്പൊ ഇനി നോക്കിക്കേ, നമുക്ക് ആരെ കണ്ടുപിടിക്കണം? HCF കാണണം. HCF സിമ്പിൾ അല്ലേ? ഇതിനേക്കാൾ സിമ്പിൾ ആണ് HCF കാണാൻ. എന്ത് നോക്കിയാൽ മതി? ഇത് ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ അതിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നോക്കിക്കേ, നമ്മൾ 5 കൊണ്ട് മാത്രമല്ലേ ഡിവൈഡ് ചെയ്തത്. അപ്പൊ HCF എന്തായിരിക്കും? HCF 5 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട്. പക്ഷെ അടുത്തൊരു പ്രോബ്ലം എന്റെ മക്കൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം, പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചെയ്യണം. ഏതാ നമ്പർ? 24ഉം അതേപോലെ 36ഉം. കുറച്ച് വലിയ സംഖ്യകളാണെങ്കിലും എന്റെ മക്കൾക്ക് അത് സുഖമായിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് പോവാം. നോക്കാം, ഇതിൽ പോകുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആരാ? ചെറിയതായിരിക്കണേ. പ്രൈം നമ്പർ ഏറ്റവും ചെറുതാരാ? 2 പോവില്ലേ? അപ്പൊ നോക്കിക്കേ, നമ്മൾ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് പോവാം. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24-ൽ 2 എത്ര തവണ പോവടാ? എത്ര തവണ പോകും? 12 തവണ പോകും. നോക്കിക്കേ, ഇനി 36-ൽ 2 എത്ര തവണ പോകും? 18 തവണ പോകും. 18 തവണ പോകും. ഇതേ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. ഇനി നോക്കിക്കേ, ഇതിനെ വീണ്ടും നമുക്ക് ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? ഇല്ലേ? 12-ലും 18-ലും ഇനിയും 2 പോവില്ലേ? ഇനി ചെറുതാക്കി കൊണ്ടുപോകുന്നൂടെ? അപ്പൊ ഞാൻ വീണ്ടും 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാം. 12-ൽ 2 എത്ര തവണ പോവടാ? 6 തവണ പോകും. അതേപോലെ 18-ൽ 2 എത്ര തവണ പോകും? 9 തവണ പോകും. ഓക്കെ, എനിക്ക് 6ഉം 9ഉം ആ കിട്ടിയത്. ഈ 6-ലും 9-ലും അതേപോലെ പോകുന്ന ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പ്രൈം നമ്പർ ഉണ്ടോ? 2 പോവോ ഇതില്? ഇനി 2 പോവോ? 6-ല് പോകും, പക്ഷെ 9-ൽ 2 കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പ്രൈം നമ്പർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 3 ആയിരുന്നു തൊട്ടടുത്ത പ്രൈം നമ്പർ. 3 6-ലും പോകും, അതേപോലെ 9-ലും പോകും അല്ലെ? എത്ര തവണ പോകും? 6-ലെ 3 2 തവണയെ പോവുള്ളൂ. 2 തവണ. 9-ല് 3 എത്ര തവണ പോകും? 3 തവണ പോകും. ഇനി ഒന്ന് നോക്കിക്കേ, 2-ലും 3-ലും പോകുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ഒന്നേ ഉള്ളൂ. 1 പോകൂലേ? 1 2-ലും 3-ലും പോകും. അല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് പോവോ? ഇല്ല. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നമ്മളെ കളി കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? LCM കണ്ടുപിടിക്കാനായിരുന്നു. LCM എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞിട്ടുണ്ട് എന്താ? L ഷേപ്പിൽ കാണുന്ന സംഖ്യകൾ. L ഷേപ്പിൽ കാണുന്നത് ആരൊക്കെയാ? അത് 2 2 3 2 3 ഇതല്ലേ L ഷേപ്പിന്റെ പുറത്തൂടെ കാണുന്നത്. അതിന് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നോക്കാം, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു നമ്പേഴ്സിലെ വേഗം വേഗം മൾട്ടിപ്ലൈ അല്ലെ? 2 × 2 × 3 × 2 × 3 ഈ നമ്പേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി മിസ് 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ്. 4 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 അല്ലെ? 12 ആണ്. 12ഉം 2ഉം എത്ര വരും? 12 × 2 എന്ന് പറഞ്ഞാല് 24 ആണ്. അപ്പൊ 24-ന് എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അതും നേരെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? 24-നെ എന്റെ മക്കള് 3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 4 3 12, ബാക്കി 1
3 2 6 1 എത്ര വരും ഇടാ? 7 എന്ന് വരും. ആൻസർ കിട്ടിയില്ലേ? 72 ആണ് എന്ത് LCM ഓഫ് 24 and 36 എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മൾ LCM കണ്ടുപിടിച്ചു. ഇനി HCF നോക്കിക്കേ. HCF എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിനേക്കാൾ സിമ്പിളാ. എന്തായിരുന്നു? ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ അതിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നേരത്തെ മൾട്ടിപ്ലൈ ചെയ്യാൻ സംഖ്യകൾ ഇല്ലായിരുന്നു, കാരണം ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്തായിരുന്നു കംപ്ലീറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഏതൊക്കെ സംഖ്യകളാ ഈ സൈഡിൽ വരുന്നേ? ഇതാ ഇങ്ങോട്ടുള്ള ആളെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. HCFല് താഴെയുള്ള ആളെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇത് മുകളിൽ നമ്മൾ ആരൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ അവരെ മാത്രം നോക്കുക. ആരാളത്? 2 2 3 മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ? അവരെ മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി HCF കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 3 എന്ന് പറഞ്ഞാൽ എത്ര പേരോടാ? 12 12 ആണെന്ന് കിട്ടി. HCF ഓഫ് എന്താ 24 and 36 എന്ന് പറഞ്ഞാല് 12 ആണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് LCMഉം അതേപോലെ HCFഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇത് ഇനി എക്സാമിന് LCMന്റെയും HCFന്റെയും ഏതെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ എന്റെ മക്കൾ മിസ് ചെയ്യോ? മിസ് ചെയ്യരുത്. കാരണം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുന്ന ഒരു പ്രോബ്ലം ആണ് ഇത്. HCF ആണെങ്കിലും LCM ആണെങ്കിലും വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ ഇനി അതെന്താണ് അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ ഇനി മക്കൾ ക്വസ്റ്റ്യൻ കണ്ടാൽ ഇങ്ങനെ അന്താളിച്ച് നിൽക്കരുത്. ഓക്കെ, അപ്പൊ ഇതാ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്തത് എന്റെ മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ വേഗം നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഓടി വന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ ആൻസർ ഇവിടെ കമന്റ് ബോക്സിൽ പറയുക. എല്ലാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആരാണ് എന്റെ കുട്ടികൾ, ആരാണ് ആദ്യം ഇതിന്റെ ആൻസർ പറഞ്ഞത് എന്ന് മിസ് നോക്കുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെ, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്റെ മക്കൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള, ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് മിസ് എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കൊണ്ടുവരും. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ മക്കളെ കമന്റ് ബോക്സിൽ വന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ.